ഇതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഭാഗം ഇന്ന് പ്രഖ്യാപിച്ചു. അത് PMAY അർബൻ പദ്ധതിയാണ്. ഇവിടെ കേരളത്തിലാണെങ്കിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് വീടുകൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സംഘപരിവാർ വിഭാഗത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണാമം നടത്തുന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് PMAY അർബൻ കരാറിൽ കേന്ദ്ര നിർദ്ദേശം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഒപ്പിടാനുള്ള തീരുമാനം. വീടുകൾക്ക് മുമ്പിൽ ചാപ്പ കുത്തുന്നതിനെ ശക്തിയായിട്ട് എതിർത്ത നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുള്ള സന്ദർഭത്തിൽ കേരളത്തിൽ ചെയ്തത്. ചെറിയൊരു പങ്ക് മാത്രമാണ് അവരുടെ ഭാഗമായിട്ട് കിട്ടുക. ബാക്കി സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാമാണ് നമ്മുടെ വീട് നിർമ്മാണത്തിന് പണം ചെലവഴിക്കുന്നത്. അപ്പോൾ വീട് ഓരോ മനുഷ്യൻ്റെയും അവകാശമാണെന്നും അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ളൊരു നിലപാടും എടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ PMAY അർബൻ പദ്ധതിയിൽ നിന്ന് LDF വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. ഒരു തരത്തിലുള്ള ചാപ്പകുത്തലും അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടായിരുന്നു ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 5 ലക്ഷത്തിലധികം വീട് നിർമ്മിക്കാനും ഇനിയിപ്പോൾ 1 ലക്ഷത്തിലധികം വീടും പൂർത്തിയാക്കാനും ഉള്ളത് കേരളത്തിൽ. ഇപ്പോഴിത് മാറ്റി ഈ വീട് പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഔദാര്യമാണ് എന്ന് അടയാളപ്പെടുത്തി വെക്കുക, ഇതാണ് ഇപ്പോഴും മുഖ്യമന്ത്രി അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള കാര്യം. ഇതിൻ്റെ ഭാഗമായിട്ടൊരു കാര്യം നമ്മൾ കണ്ടതാണ്. മാതൃഭൂമി അനൂപ് ദാസ് എന്ന ലേഖകൻ ബീഹാറിൽ യാത്രയുടെ ദൃശ്യങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് വീട് ഒരുക്കിയതെന്നും ആ വീടിൻ്റെ മേലെ അടയാളപ്പെടുത്തിയിട്ടുള്ള ലോങ്കോയുടെ കാര്യവും അന്ന് പറഞ്ഞിരുന്നതാണ്. ആ രീതിയിലുള്ള വീടുകൾ ഒരുക്കാനാണ് വി.ഡി. സതീശനും കൂട്ടരും ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഇങ്ങനെ ഒരു ബോർഡ് വെച്ചാൽ എന്താ കുഴപ്പം എന്നാണ് ചിലർ ചോദിക്കുന്നത്. ആശുപത്രിക്കോ അതുപോലെ തന്നെ പാർക്കിനോ മറ്റേതെങ്കിലും സ്മാരകത്തിനോ ഇങ്ങനെ ഒരു ലോഗോ വെക്കുന്നത് കൊണ്ട്, പേര് വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അവനവൻ്റെ വീട് ഓരോ മനുഷ്യൻ്റെയും അഭിമാനമാണ്. തൻ്റെ വീട് എന്തോ ഒരു ഔദാര്യം കൊണ്ട് ലഭിച്ചിട്ടുള്ള ഒന്നാണ് എന്ന് പരസ്യപ്പെടുത്തി വരുന്നവരെല്ലാം കാണത്തക്ക രീതിയിൽ അവതരിപ്പിക്കണമെന്ന് ഒരു കുടുംബവും ആഗ്രഹിക്കുന്നതല്ല. അവിടെ ജീവിക്കുന്ന ഒരു കുട്ടിയും വിവാഹിതയായ ഒരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നതല്ല. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പരമാധികാര അടങ്ങുന്ന ഒന്നാണ് സ്വന്തം വീട്. അതിന് ഈ രീതിയിൽ ചാപ്പ കുത്തുന്ന സമീപനത്തെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാനാവുന്നതല്ല. ഇപ്പോൾ മോഡിയും സതീശനും തമ്മിലുള്ള എല്ലാ തർക്കവും തീർത്ത് ഞങ്ങളത് നിർബന്ധപൂർവ്വം വെക്കും എന്ന് പറഞ്ഞ് അതിൽ ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചാപ്പകുത്തലിനെതിരായിട്ട് നിന്ന സമീപനത്തിൽ നിന്ന് മാറി ഇപ്പോഴാ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇങ്ങനെ ഓരോന്നോരോന്ന് വരുമ്പോഴും അങ്ങനെ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഒരു മന്ത്രി പറഞ്ഞത് അതൊരു ഔദാര്യമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് ജനങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ച് നൽകുന്നത് പോലും ഔദാര്യമാണെന്ന് പറയാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തുച്ഛമായ ഒരു സംഖ്യ മാത്രം വാങ്ങി ബാക്കി മുഴുവൻ കേരളവും ഗുണഭോക്താവും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കണ്ടെത്തുന്ന പണം ഉപയോഗിച്ചുണ്ടാക്കുന്ന വീട് അതും ഒരു ഔദാര്യമാണ് എന്ന് അവതരിപ്പിക്കുന്ന രീതി കേരളീയ സമൂഹം ഒരിക്കലും അംഗീകരിക്കുന്നതല്ല. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ടേക്ക് പോകും എന്ന ധാർഷ്ട്യം നിറഞ്ഞ സമീപനമാണ് ഇന്ന് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്.